Merits of democratic government. Yeah, today we are going to discuss the merits of democratic government. അപ്പോൾ അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ അവിടെ ഉണ്ടല്ലോ നോക്കാം. യു ഹാവ് ലേൺ ദ ഫീച്ചേഴ്സ് ഓഫ് ഡെമോക്രാറ്റിക് ആൻഡ് നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റ്. നമ്മളവിടെ ഡെമോക്രാറ്റിക് ഗവൺമെന്റിനെ കുറിച്ചും നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റിനെ കുറിച്ചുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം അവിടെ പഠിച്ചു. മെജോറിറ്റി ഓഫ് ദ നേഷൻസ് ഹാവ് അഡോപ്റ്റഡ് ദ ഡെമോക്രാറ്റിക് സിസ്റ്റം. അപ്പോൾ മിക്ക രാജ്യങ്ങളും ഡെമോക്രാറ്റിക് സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നത്. This is mainly because of the merits of democracy compared to other forms of government. Because അവിടെ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ആകുമ്പോൾ അതിനുള്ള കുറെ നല്ല കാര്യങ്ങൾ, അതുകൊണ്ടാണ് അവരത് അത് സെലക്ട് ചെയ്യാനായിട്ടുള്ള കാരണം. Merits of democratic government respects the opinions of the people. അവൻ എന്ത് ചെയ്യും? ഇത് നിങ്ങൾ അത്രയും 4 പോയിന്റ് കാണാതെ പഠിക്കുക എന്നുള്ള ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, വേറെ വഴിയൊന്നുമില്ല. അത് പഠിക്കണം. റെസ്പെക്ട് ദ ഒപ്പീനിയൻസ് ഓഫ് ദ പീപ്പിൾ. അവിടെ ആൾക്കാരുടെ അഭിപ്രായങ്ങൾ അവർ ചോദിച്ചറിയും. എങ്ങനെയൊക്കെയാ അവര് ഈ ഈ ഗ്രാമപഞ്ചായത്തൊക്കെ ആണെങ്കിൽ പഞ്ചായത്ത് സഭ അല്ലെങ്കിൽ ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് മീറ്റിംഗ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ അവര് ഇത് നടത്താറുണ്ട്. പറയണ കേട്ടൂടാ, എടാ അത് അവിടെ നിനക്ക് അവിടുത്തെ നെറ്റ്വർക്ക് ഇഷ്യൂ ആ, അവിടുത്തെ ഇഷ്യൂ ആ, ഒന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം വേറെ ആർക്കും അങ്ങനെ ഇഷ്യൂ വരുന്നില്ല. ഇപ്പൊ നിനക്കും ആൽഫിനുമാണ് പറ്റുന്നത്. അപ്പൊ ഈ അവർക്ക് നിങ്ങൾക്ക് രണ്ടുപേർക്കും അവിടുത്തെ നെറ്റ്വർക്ക് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. കാര്യം ബാക്കിയുള്ളവർക്ക് ആർക്കും പ്രശ്നമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള മീറ്റിംഗ്സും അതുപോലുള്ള കാര്യങ്ങളൊക്കെ കൂടെ നടത്തുന്നത് കൊണ്ട് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രൊട്ടക്ട്സ് ദ ഫ്രീഡം ഓഫ് ഇൻഡിവിജ്വൽ. ആളുകളുടെ സ്വാതന്ത്ര്യം, ഫ്രീഡം ഓഫ് പീപ്പിൾ. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച്, നിയമം അനുസരിച്ച് നമുക്ക് സ്വാതന്ത്ര്യം, എല്ലാവർക്കും ഒരുപോലെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്വാതന്ത്ര്യം നമുക്ക് എല്ലാവർക്കും നൽകുന്നുണ്ട്. അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിന് നമുക്ക് റോഡിൽ കൂടെ ഇറങ്ങി നടക്കാനായാലും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാനായാലും ഫേസ്ബുക്ക് യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് പോസ്റ്റ് ഇടാൻ, അപ്പോൾ അതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ജീവിക്കാനുള്ള അവകാശം, അത് ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാല് ഇപ്പൊ നമുക്ക് നിയമമുണ്ട് നമ്മുടെ കൂടെ നിൽക്കാനായിട്ട്. ആരെങ്കിലും നമുക്കെതിരെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കോടതിയെ സമീപിക്കാം. അത്തരത്തില് നമുക്ക് ടോട്ടലി ഒരു ഫ്രീഡം ഉണ്ട്. പക്ഷെ ഇപ്പൊ ചൈന പോലുള്ള കൺട്രിയിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഫേസ്ബുക്ക് യൂസ് ചെയ്തുകൂടാ, അല്ലെങ്കിൽ അതുപോലെ സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്തുകൂടാ, അവരുടെ ന്യൂസ് ഒന്നും പുറത്തു പോകാൻ പാടില്ല. അങ്ങനെയുള്ള കുറെ കൺസ്ട്രെയിൻസും അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസും എല്ലാം തന്നെ അവർക്ക് ഉണ്ട്. റൂളേഴ്സ് ആസ് വെൽ ആസ് ദ പീപ്പിൾ ആർ സബ്ജക്ട് ടു ദ സെയിം ലോ. അപ്പോൾ ഇവിടുത്തെ ആ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇന്ത്യയില് റൂളേഴ്സിനായാലും ആളുകൾക്ക്, അതായത് പീപ്പിൾസിനായാലും ഒരേ നിയമമാണുള്ളത്. ഇപ്പോൾ റൂളേഴ്സ് തെറ്റ് ചെയ്താലും, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പൊ പല കേസുകൾ, ഇപ്പൊ സോളാർ കേസ് അല്ലെങ്കിൽ ലാവ്ലിൻ കേസ്, നമ്മുടെ ഉമ്മൻചാണ്ടി, പിന്നെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി, അപ്പൊ ഇവരെല്ലാം പ്രതികളായിട്ടുള്ള സംഭവങ്ങൾ. അപ്പോൾ ഇവർക്കൊക്കെ ഈ കേസുകളൊക്കെ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ചെയ്താലും ശിക്ഷിക്കപ്പെടും, പക്ഷെ അവർ ചെയ്താലും ആ സെയിം രീതിയിൽ തന്നെ ശിക്ഷിക്കപ്പെടും. അല്ലാതെ അവർക്കൊരു നിയമം, നമുക്ക് വേറൊരു നിയമം, നമ്മൾ എലക്ട് ചെയ്ത ആൾക്കാർക്ക് വേറൊരു നിയമം, അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും ഒരേ നിയമമാണ്. ഇപ്പൊ നമ്മുടെ റൂളേഴ്സിനായാലും നമുക്കായാലും. റൂളേഴ്സ് ആർ ഇൻഡപ്റ്റഡ് ടു ദ പീപ്പിൾ. അപ്പോൾ എന്ന് വെച്ചാൽ ഈ ജനങ്ങളോട് ഈ നമ്മുടെ കടപ്പെട്ടിരിക്കുന്നത്, ഇൻഡപ്റ്റഡ്, അതായത് ഇത് കടപ്പെട്ടിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഇപ്പൊ നമ്മൾ എലക്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയണം. ഇപ്പോ ജനങ്ങൾ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഇപ്പോ എന്തുകൊണ്ട് റോഡ് പണി ചെയ്തില്ല എന്ന് ചോദിക്കുകയാണെങ്കിൽ അവരത് മറുപടി പറയണം. കാരണം നമ്മൾ എലക്ട് ചെയ്ത് വിട്ടത് നമ്മുടെ സമൂഹത്തിന്റെ നേട്ടത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ റൂളേഴ്സ് നമ്മളോട് കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ പറയുന്നത് പോലെ ചെയ്യണം. അവർക്കെല്ലാം ഒരേ നിയമമാണ്, അതിൽ ഒരു വ്യത്യാസവും ഇല്ല. നമ്മുടെ പ്രൊട്ടക്ഷനും കാര്യങ്ങളും എല്ലാം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് നമുക്ക് അഷ്വർ ചെയ്യുന്നുണ്ട്. അല്ലാതെ നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ആയിരുന്നെങ്കിൽ അത്തരത്തിലുള്ള ഉറപ്പോ ഒന്നും നമുക്ക് കിട്ടില്ലായിരുന്നു.
വീണ്ടും നെറ്റ്വർക്ക് ഇഷ്യൂ ആണല്ലേ? പറഞ്ഞ കേട്ടൂടാ. അവിടുത്തെ ആ ഒരു ഇഷ്യൂ ആണ്. ഓക്കെ, ആർക്കും ഡൗട്ട് ഉണ്ടോ? സാർ ഇപ്പൊ പറഞ്ഞില്ലേ, അതൊന്നും കൂടെ പറയും. ഏതാ സാർ ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞത്? ലാസ്റ്റ് പോയിന്റ് ഇതാണോ? Rules are indebted to the people. ആ ഓക്കെ. അപ്പൊ റൂളേഴ്സ് ആർ ഇൻഡപ്റ്റഡ് ടു ദ പീപ്പിൾ. അതായത് ഈ റൂളേഴ്സ്, നമ്മളെ ഈ ഭരണാധികാരികൾ, നമ്മൾ എലക്ട് ചെയ്ത് വിട്ട ആൾക്കാർ, അവർ നമ്മോട് കടപ്പെട്ടിരിക്കുന്നു. എങ്ങനെയാ? നമ്മൾ അവരെ എലക്ട് ചെയ്ത് നമ്മൾ അവരെ തെരഞ്ഞെടുത്ത് അവരെ വിട്ടു. അപ്പോ അവർക്ക് കുറെ ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ ഡ്യൂട്ടീസും എല്ലാം എന്ന് പറയുന്നത്, ഇപ്പോ നമ്മൾ പീപ്പിൾ അവരുടെ ആവശ്യങ്ങൾക്ക് കൂടെ നിൽക്കുക, അല്ല എങ്കിൽ അവർ ചോദിക്കുന്ന, അല്ലെങ്കിൽ പീപ്പിൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക എന്നുള്ള കുറെ കാര്യങ്ങൾ അവരിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ല എങ്കിൽ അവരുടെ അതൊരു ചുമതലയാണ്. കാരണം നമ്മളെ തെരഞ്ഞെടുത്തത്, ലൈക്ക് വി എലക്ടഡ് ദം, സോ ദേ ആർ ആൻസറബിൾ ടു അസ്. അപ്പൊ ഇൻഡപ്റ്റഡ്, കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതിലും അപ്പുറം നമുക്ക് അവർ നമ്മളോട് ആൻസറബിൾ എന്ന് നമുക്ക് പറയാൻ പറ്റും. അവർ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം അവർ ഉത്തരം പറയേണ്ടതായിട്ടുള്ള ആവശ്യം ഉണ്ട്. അതാണ് പറയുന്നത്. മനസ്സിലായോ? ആർക്കെങ്ങനെ ഡൗട്ട് ഉണ്ടോ? അഭിജിത്ത്, ഋതു? സാർ മൂന്നാമത്തെ പോയിന്റ് ഒന്നും കൂടെ പറഞ്ഞോ. Rulers as well as the people are subject to the same law. അതായത് നമുക്കായാലും നമ്മൾ തെരഞ്ഞെടുത്ത് വിട്ട ആൾക്കാർക്കായാലും നമുക്ക് രണ്ടുപേർക്കും ഒരേ നിയമം തന്നെയാണ് ഉള്ളത്. അതായത് നമ്മൾ തെറ്റ് ചെയ്താലും അവർ തെറ്റ് ചെയ്താലും നിയമം ഒന്ന് തന്നെയാണ്. ഇപ്പൊ ഞാൻ ഒരാളെ കൊന്നാലും, ഇപ്പൊ നമ്മുടെ MLA അല്ലെങ്കിൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഒരാളെ കൊന്നാലും നിയമം കണക്കാക്കുന്നത് ഒരേ കുറ്റം ആണ്. ഇപ്പൊ എന്നെയും ചിലപ്പോ അടുത്ത് ജീവപര്യന്തത്തിനോ അല്ലെങ്കിൽ വധശിക്ഷയ്ക്കോ വിധിക്കാം. അതുപോലെ തന്നെയാണ് പ്രൈം മിനിസ്റ്റർ അങ്ങനെ ഒരു കുറ്റം ചെയ്താലും പുള്ളിക്കാരനെ അതുപോലെ ഈ ഒരു കൊലക്കുറ്റത്തിന് കേസെടുക്കാം, അല്ല എങ്കിൽ വധശിക്ഷയ്ക്ക് വിധിക്കുക, അങ്ങനെ എന്തുവേണോ ചെയ്യാം. അതാ പറഞ്ഞേ, നമ്മളായാലും അവരായാലും ഇന്ത്യയിലുള്ള എല്ലാ ആൾക്കാർക്കും ഒരുപോലെയാണ് നിയമം. മനസ്സിലായോ? First 2 points. Respect the opinion of the people. അപ്പോ അതായത് ആളുകളുടെ ഒപ്പീനിയൻ എങ്ങനെ അവരെടുക്കും. ഇപ്പോ പഞ്ചായത്ത് സമിതി അല്ലെങ്കിൽ പഞ്ചായത്തിൽ മീറ്റിംഗ്സ് കൂട്ടും, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ പൊതുയോഗങ്ങൾ വെക്കും, ജനങ്ങളുടെ ആവശ്യങ്ങൾ അവരറിയും, ജനങ്ങൾ പറയുന്നത് കേൾക്കും. അതുപോലുള്ള കാര്യങ്ങൾ അവർ കൺസിഡർ ചെയ്യും. അതിനെയാണ് ഈ റെസ്പെക്ട് ദ ഒപ്പീനിയൻ ഓഫ് ദ പീപ്പിൾ എന്ന് പറയുന്നത്. പ്രൊട്ടക്ട് ദ ഫ്രീഡം ഓഫ് ദ ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ള സ്വാതന്ത്ര്യം. ഇപ്പൊ എല്ലാവരും റോഡിൽ ഇറങ്ങി നടക്കാം, അല്ല എങ്കിൽ നമുക്ക് ഏത് സ്ഥലത്ത് വേണമെങ്കിലും പോവാം, പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാം. ഇപ്പൊ താഴ്ന്ന ജാതിക്കാരെന്നോ ഉയർന്ന ജാതിക്കാരെന്നോ അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഇത്തരത്തില് കംപ്ലീറ്റ്ലി നമുക്കുള്ള ആ ഒരു സ്വാതന്ത്ര്യം അത് നമ്മുടെ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് നൽകുന്നുണ്ട്. അതാണ് പറയുന്നത്. ഇത് മനസ്സിലായോ? Now you are familiar with the democratic and non-democratic form of government. അപ്പൊ നമുക്കിപ്പോ അറിയാം ഡെമോക്രാറ്റിക് ഗവൺമെന്റും നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റും തമ്മിലുള്ള വ്യത്യാസം. Examine the statements given below and give tick mark against the statement related to democratic and cross mark against those related to non-democratic form of government. അപ്പൊ ഇവിടെ കുറെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെന്റിന് പറ്റിയിട്ടുള്ള പോയിന്റ്സ് അത് നോക്കുക, അതിനെ ടിക്ക് ചെയ്യുക. നോൺ ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെന്റിന് വരുന്ന പോയിന്റ്സിനെ അതില് ക്രോസ് ചെയ്യുക. അപ്പോ ഫസ്റ്റ് വൺ, എലക്ഷൻസ് ആർ ഹെൽഡ് പീരിയോഡിക്കലി. നമ്മുടെ കൃത്യമായി എലക്ഷൻസ് നടക്കും. എലക്ഷൻസ് നടക്കുന്ന ഡെമോക്രാറ്റിക് ഫോമിലാണോ നോൺ ഡെമോക്രാറ്റിക്? അപ്പൊ
ഋതു ഇവിടെ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോ ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെന്റും നോൺ ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെന്റും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോ ഇവിടെ കുറെ പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് വായിച്ച് ഇത് ഡെമോക്രാറ്റിക് ഫോം ആണോ അതോ നോൺ ഡെമോക്രാറ്റിക് ഫോം ആണോ എന്ന് നോക്കണം. ഡെമോക്രാറ്റിക് ഫോം ആണെങ്കിൽ ഒരു ടിക്ക് കൊടുക്കണം, നോൺ ഡെമോക്രാറ്റിക് ഫോം ആണെങ്കിൽ ഒരു ടിക്ക് മാർക്ക് കൊടുക്കണം. ഓക്കെ, അത്രയാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. അപ്പൊ ഫസ്റ്റ് വൺ, elections are held periodically. ഇടയ്ക്കിടയ്ക്ക് ഇലക്ഷൻ നടക്കാറുണ്ട്. അത് ഡെമോക്രാറ്റിക് ആണോ നോൺ ഡെമോക്രാറ്റിക് ആണോ? ഡെമോക്രാറ്റിക്. ഡെമോക്രാറ്റിക്. അപ്പൊ അവിടെ ഒരു ടിക്ക് കൊടുക്കുക. പവർ പാസ്ഡ് ഓൺ ഹെറിഡിറ്ററിലി. പവർ പാസ്ഡ് ഓൺ അതായത് ജ്യോതിക അൺമ്യൂട്ട് ചെയ്തേ. അപ്പൊ പവർ അതായത് അധികാരങ്ങൾ അല്ലെങ്കിൽ ഭരണക്രമം അധികാരം പാസ് ചെയ്യുന്നത് പാരമ്പര്യമായിട്ടാണ്, തലമുറകളായിട്ടാണ്. അത് ഡെമോക്രാറ്റിക് ആണോ നോൺ ഡെമോക്രാറ്റിക് ആണോ? അല്ല, ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതാ. ഇത് ഇന്ന് പഠിപ്പിച്ചതല്ല, ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതാ. മെനിങ്ങാന്ന് ജ്യോതിക ഉണ്ടായിരുന്നു. നോൺ ഡെമോക്രാറ്റിക് ആണോ? നോൺ ഡെമോക്രാറ്റിക് എന്തുകൊണ്ടാ? സെക്കൻഡിന്റെ മലയാളം ഒന്ന് പറയോ? അധികാരം കൈമാറുന്നത് തലമുറകളായിട്ടാണ്. അതായത് ഓരോ വർഷവും അവിടെ വേറൊന്നും നടക്കുന്നില്ല. ഈ അധികാരം അവിടെ ഇലക്ഷൻ ഒന്നുമില്ല. അധികാരം ഇങ്ങനെ തലമുറയോളം ഒരാളുടെ മോൻ, അത് കഴിഞ്ഞ് അതിന്റെ പുള്ളിക്കാരന്റെ മോൻ, അത് കഴിഞ്ഞ് അടുത്ത ആള്, ആ രീതിയിൽ ഇങ്ങനെ അധികാരം കൈമാറുന്നത്. അത് ഡെമോക്രാറ്റിക് ആണോ നോൺ ഡെമോക്രാറ്റിക് ആണോ? നോൺ ഡെമോക്രാറ്റിക്. അപ്പൊ റൂൾ ഓഫ് പീപ്പിൾസ് ഈ നോൺ ഡെമോക്രാറ്റിക്കിന് ഇൻഡു ആണോ കൊടുക്കുന്നത്? നോൺ ഡെമോക്രാറ്റിക്കിന് ഇൻഡു കൊടുക്കുക. ഓക്കെ, അപ്പോ റൂൾ ഓഫ് പീപ്പിൾസ് റെപ്രസെന്റേറ്റീവ്, അതായത് ജനപ്രതിനിധികളുടെ ഭരണം, അതായത് ജനങ്ങൾ തിരഞ്ഞെടുത്ത ആൾക്കാരുടെ. അത് ഡെമോക്രാറ്റിക് ആണോ നോൺ ഡെമോക്രാറ്റിക് ആണോ? ഡെമോക്രാറ്റിക്. റൂൾ ഓഫ് കിങ്, സുൽത്താൻ ഓർ മിലിറ്ററി. അപ്പൊ സുൽത്താന്റെയോ കിങ്ങിന്റെയോ അല്ലെങ്കിൽ മിലിറ്ററിയുടെയോ ഭരണം, അത് ഡെമോക്രാറ്റിക് നോൺ ഡെമോക്രാറ്റിക്? നോൺ ഡെമോക്രാറ്റിക്. ഇൻഡിവിജ്വൽ ഫ്രീഡം പ്രിവെയിൽസ്, അതായത് അവിടെ വ്യക്തി സ്വാതന്ത്ര്യം, വ്യക്തികൾക്ക് എല്ലാവരും സ്വാതന്ത്ര്യം നിലനിൽക്കുന്നു. ഡെമോക്രാറ്റിക്കോ നോൺ ഡെമോക്രാറ്റിക്? കൺട്രോൾ ഓവർ കോർട്സ്, അതായത് കോടതികൾക്ക് നിയന്ത്രണം. കോടതികൾ അങ്ങനെ കാണത്തില്ല. അത് ഡെമോക്രാറ്റിക് നോൺ ഡെമോക്രാറ്റിക്? റെസ്പെക്ട് പബ്ലിക് ഒപ്പീനിയൻ, അതായത് നാട്ടുകാരുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ജനത്തിന്റെ അഭിപ്രായങ്ങളെല്ലാം ചോദിച്ചറിയുന്നു. ആ ഡെമോക്രാറ്റിക്. ഏതാ? റെസ്പെക്ട് പബ്ലിക് ഒപ്പീനിയൻ, അതായത് ജനങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയുന്നു. ഇപ്പൊ ചിലപ്പോ പഞ്ചായത്ത് മീറ്റിങ്ങിലൂടെ ആവാം, അല്ലെങ്കിൽ വാർഡ് മീറ്റിങ്ങിലൂടെ ആവാം, അല്ലെങ്കിൽ പല മീറ്റിംഗ്സിലൂടെ എല്ലാം ജനങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിയുന്നു, ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്നു, ജനങ്ങളുടെ അഭിപ്രായം അറിയുന്നു. അത് ഡെമോക്രാറ്റിക് ആണ്. ഓക്കെ. The most prominent factor that differentiates democratic government from non-democratic government is rights they ensure. അപ്പോ ഇവിടെ ഡെമോക്രാറ്റിക് ഗവൺമെന്റിൽ നിന്നും ഇപ്പോൾ നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റിൽ നിന്നും ഡെമോക്രാറ്റിക് ഗവൺമെന്റ് വ്യത്യസ്തമാവുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൈറ്റ്സ് ദേ. ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്ക് ആവുന്നുണ്ട് സാർ, ക്ലിയർ അല്ല. അഭിജിത്തിനും അങ്ങനെയാണോ? ഓക്കെ. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഇത് റൈസ് ഹാൻഡോ എന്തെങ്കിലും ഒന്ന് കൊടുത്തേക്കണേ. അപ്പൊ എനിക്ക് മനസ്സിലാവും. അപ്പൊ എനിക്ക് അവിടെ നിർത്താം ഉടനെ തന്നെ. അപ്പോ ഇവിടെ ഡെമോക്രാറ്റിക് ഗവൺമെന്റും നോൺ ഡെമോക്രാറ്റും തമ്മിലുള്ള വ്യത്യാസം അല്ല എങ്കിൽ ഈ നമ്മുടെ നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ഡെമോക്രാറ്റിക് ഗവൺമെന്റിൽ നിന്ന് എങ്ങനെ വേർതിരിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം നോക്കുകയാണെങ്കിൽ
ദ റൈറ്റ്സ് ദേ എൻഷുർ. അതായത് റൈറ്റ്സ് എന്നുണ്ടാ അവർക്കുള്ള അവകാശങ്ങൾ, അവര് ആ രാജ്യത്ത് അല്ലെങ്കിൽ ആ നാടിന് കൊടുക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ് അവിടുത്തെ കഥ. അപ്പോ for ensuring a democratic life for the citizen, it is essential that their rights are protected. Sir, അതില് നിനക്ക് അവിടെ നല്ല നെറ്റ്വർക്ക് അല്ലാതെ തന്നെ പറ്റുന്നുണ്ട്. അതുകൊണ്ടാ അതിപ്പോ ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാ. ഓക്കെ, അപ്പൊ ഈ ഒരു ഡെമോക്രാറ്റിക് ലൈഫ് ഫോർ സിറ്റിസൺ, അതായത് ഈ ഒരു നമുക്കൊരു ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ആണെങ്കിൽ നമ്മുടെ റൈറ്റ്സ് എല്ലാം പ്രൊട്ടക്റ്റഡ് ആണ്. അതായത് നമ്മുടെ അവകാശങ്ങളെല്ലാം കാത്തു സൂക്ഷിക്കാനായിട്ട് അവർക്ക് സാധിക്കും. ഇപ്പൊ എന്തൊക്കെ അവകാശങ്ങളാ? റൈറ്റ് ടു ലീവ്, ജീവിക്കാനുള്ള അവകാശം, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, ഫ്രീഡം ഓഫ് സ്പീച്ച്, നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം, നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള ആ ഒരു അവകാശം, ഫ്രീഡം ഓഫ് അസോസിയേഷൻ, നമ്മള് ഇങ്ങനെ ആൾക്കാരുമായിട്ട് സോഷ്യലൈസ് ചെയ്യാനായിട്ട്, എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യാനായിട്ട് ഉള്ള ആ ഒരു, നമുക്ക് ഒരുമിച്ച് കൂടാൻ, ഇപ്പൊ പാർട്ടി ഫോം ചെയ്യാനായാലും അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഫോം ചെയ്യാനായാലും അല്ലെങ്കിൽ NGO ഫോം ചെയ്യാനായാലും, അതുപോലെ എല്ലാവരുമായിട്ട് കൂടാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം, അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം നമുക്ക് തരുന്നുണ്ട്. അതാണ് പറയുന്നത് നമ്മുടെ ഈ ഒരു നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റിൽ നിന്ന് ഡെമോക്രാറ്റിക് ഗവൺമെന്റ് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് ദ റൈറ്റ്സ് ദേ എൻഷുർ. ബിക്കോസ് റൈറ്റ്സ്, അതായത് നമ്മുടെ അവകാശങ്ങൾ, അവര് നമുക്ക് തരുന്ന ആ ഒരു അവകാശം അല്ലെങ്കിൽ അവകാശങ്ങളാണ് അതിനുള്ള പ്രധാന കാരണം. Do the people in all countries of the world enjoy these rights? നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എല്ലാ രാജ്യത്തുള്ള ആൾക്കാരും ഇതേപോലത്തെ റൈറ്റ്സ് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന്, അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു റൈറ്റ്സ് എല്ലാം അവർക്ക് കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തോന്നുന്നില്ല സാർ. തോന്നുന്നില്ല. എന്തുകൊണ്ടാ തോന്നാത്തെ? ബ്രിട്ടീഷുകാര് നമ്മളെ അതെ, ഇപ്പോഴും പല രാജ്യങ്ങളിൽ രാജഭരണവും അല്ലെങ്കിൽ കിങ്ങും സുൽത്താനേറ്റും അതുപോലെ തന്നെ മിലിറ്ററിയും എല്ലാം ഭരിക്കുന്ന രാജ്യങ്ങളുണ്ട്. അപ്പൊ അവർക്കാർക്കും ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യം ഒരിക്കലും കിട്ടത്തില്ല. അവർക്കെന്ന് പറയുന്നത് അവരെല്ലാം നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റ്, അപ്പൊ അവർക്കൊന്നും ഈ ഒരു സ്വാതന്ത്ര്യം ഒരിക്കലും അവിടെ ലഭിക്കത്തില്ല. The rights of the people are effectively protected only in democratic countries. അപ്പൊ ആളുകൾ, ഇതൊരു മെയിൻ പോയിന്റ് ആണ്. ഇപ്പൊ ഈ ആളുകളുടെ ഈ ഒരു അവകാശങ്ങളെല്ലാം ഡെമോക്രാറ്റിക് കൺട്രീസിൽ മാത്രമാണ് ഇത് കാണാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ അവർ സംരക്ഷിക്കുന്ന ഡെമോക്രാറ്റിക് കൺട്രീസിൽ മാത്രമാണ് ഇവരുടെ ഒരു സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നത് കാണാൻ സാധിക്കുന്നത്. Observe the block given below. I am no longer dream about touring Spain or learning guitar. All I now long for is to stay alive. ഈ സ്പെയിൻ യാത്രയിൽ നിന്നും ഗിറ്റാർ പഠിക്കുന്നതിൽ നിന്നും എന്റെ സ്വപ്നങ്ങൾ മാറിയിരിക്കുന്നു. ജീവനോടെ ഇരുന്നാൽ മതി. അപ്പൊ യാത്ര ചെയ്യാൻ പറ്റുന്നില്ല, അതുപോലെ തന്നെ പഠിക്കാൻ പറ്റുന്നില്ല, എനിക്കൊന്ന് ജീവനോടെ ഇരുന്നാൽ മതി എന്ന് ആണ് ഒരു പെൺകുട്ടി, സാറാ ബക്കർ എന്ന് പറയുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ അവിടെ എഴുതിയിട്ടുള്ളത്. How is it to live without suppression, freely and in peace? I have never known it. Is it such a beautiful feeling? അപ്പോ അധിനിവേശമില്ലാതെ, അല്ല എങ്കിൽ അവരെ അടിച്ചമർത്തപ്പെടാതെ ഫ്രീ ആയിട്ട് സമാധാനമായിട്ട് എങ്ങനെ ജീവിക്കും, അല്ല എങ്കിൽ ജീവിക്കുന്നത് എങ്ങനെ ഉണ്ടാവും? കാര്യം അത്തരത്തിലുള്ള ഈ ഒരു അവിടത്തെ അല്ലെങ്കിൽ ഈ ഒരു സ്പെയിനില് അല്ലെങ്കിൽ ആ ഒരു നാട്ടില് ഈ ഒരു സപ്രഷനും എല്ലാവരെയും അടിച്ചമർത്തി ആ ഒരു രീതിയിലുള്ള ഒരു ഗവൺമെന്റ് ആണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ സ്വാതന്ത്ര്യം ഒന്നും തന്നെ ഇതാ അവിടെ ഇവരായിട്ടോ ഡെമോക്രാറ്റിക് അല്ല, നോൺ ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെന്റ്. അത് ഞാൻ ഒരു സെക്കൻഡ്. ഓക്കെ, സ്പെയിനിൽ നടക്കുന്നത് പറയുന്നത് മൊണാർക്കി, അതായത് രാജഭരണമാണ് കേട്ടോ.
സ്പെയിനിൽ അവിടെ മൊണാർക്കിയാണ് ഉള്ളത്. അപ്പോ ഇത് അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ അവരവിടെ പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഗേൾ പറയുന്നത്, സാറ ബക്കർ എന്ന് പറയുന്ന ഈ ഒരു ഗേൾ പറയുന്നത്, അവർക്ക് അവിടെ ഇത്തരത്തിലുള്ള ലൈഫ് അവൾ അനുഭവിച്ചിട്ടില്ല. അല്ല എങ്കിൽ ഈ ഒരു ഫ്രീ ആയിട്ട് പീസ്ഫുള്ളി ജീവിക്കാൻ പറ്റുന്ന ആ ഒരു ലൈഫ് അവൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ല. അവൾ എത്ര മനോഹരമായിരിക്കും അത്തരത്തിൽ ജീവിക്കാൻ പറ്റുന്നത് എന്നാണ് അവൾ ഇവിടെ ചോദിക്കുന്നത്. കാര്യം അവൾക്ക് അത്തരത്തിലുള്ള ലൈഫ് ഒരിക്കലും കിട്ടിയിട്ടില്ല. അവർ ഫുൾ സപ്രഷൻ, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ടോട്ടൽ സപ്രസ്ഡ് ആയിട്ട്, അതായത് അടിച്ചമർത്തപ്പെട്ട്, അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്ത ഒരു നാട്ടിലാണ് അവർ ജീവിക്കുന്നത്. These are the words of 16-year-old Palestinian girl doomed to live in a war-torn country since her birth. അപ്പോ ബാല്യകാലം മുതൽ തന്നെ യുദ്ധഭൂമിയിൽ ജീവിക്കേണ്ടി വരുന്ന ഒരു പെൺകുട്ടിയാണ് ആരാ? നമ്മുടെ ഫറ ബക്കർ. സാറ ബക്കർ അല്ലോ, ഫറ ബക്കർ. ഫറ ബക്കർ എന്ന് പറയുന്നത് ഈ ഒരു യുദ്ധഭൂമിയിൽ ജീവിക്കേണ്ടി വന്ന ഒരു കുട്ടി, സിൻസ് ബർത്ത്. അവക്കവിടെ ഈ ഒരു പാലസ്തീനാണ്, പാലസ്തീനിൽ എപ്പോഴും യുദ്ധമായിരിക്കും. അപ്പോ അതുകൊണ്ട് തന്നെ ഈ ജനിച്ച അന്ന് മുതൽ, സിൻസ് ബർത്ത്, ജനിച്ച ആ സമയം തൊട്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു നാട്ടിൽ ജീവിക്കേണ്ടി വന്ന ഒരു പെൺകുട്ടിയാണ് ഇവർ. വാർ ഹാസ് ഷാറ്റേർഡ് ഓൾ ദി ഡ്രീംസ് ആൻഡ് ഹോപ്സ് ഓഫ് ഫറ ബക്കർ. വാർ വന്നതോടുകൂടെ ഇവളുടെ ജീവിതത്തിലെ എല്ലാ സ്വപ്നങ്ങളും അസ്തമിച്ചു. കാര്യം വാർ വന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്കും പുറത്തിറങ്ങാൻ പറ്റത്തില്ല. കംപ്ലീറ്റ്ലി റെസ്ട്രിക്ഷൻസ് ആയിരിക്കും. പുറത്തിറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ വെടിവെച്ച് കൊല്ലും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും പുറത്തിറങ്ങാനൊന്നും പറ്റത്തില്ല. There are a lot of people like Farah living in this world who do not know what peace, freedom and rights means. ഇപ്പോ ഇതുപോലെ ഇവളെ പോലെ തന്നെ പല ആൾക്കാരും ഇന്ന് ഈ ലോകത്തിൽ ജീവിക്കുന്നുണ്ട്. ഈ ലോകത്തിന്റെ പല ഭാഗത്തും പല രീതിയിലും ജീവിക്കുന്നുണ്ട്. അവർക്കാർക്കും പീസ്, സമാധാനം എന്തെന്നറിയത്തില്ല, ഫ്രീഡം, സ്വാതന്ത്ര്യം എന്തെന്നറിയത്തില്ല, റൈറ്റ്, അവരുടെ അവകാശങ്ങൾ എന്താണെന്ന് അറിയത്തില്ല. What do right means? Rights are those conditions to be ensured by the state and the society for better life and opportunities for its citizens to develop their talents and potential. അപ്പോ ഈ what do right means? അപ്പോ what is rights എന്നുള്ളതിനുള്ള ഈ ഒരു ഡെഫിനിഷൻ ഇത് തന്നെയാണ്. ഇത് അതുപോലെ കാണാതെ പഠിക്കും. അപ്പോ ഈ ഒരു ഓക്കെ, അപ്പൊ എന്താണ് റൈറ്റ്സ്? റൈറ്റ്സ് ആർ ദോസ് കണ്ടീഷൻ. അത് ഒരു അവസ്ഥയാണ്. എന്തിനുള്ള? ടു ബി എൻഷുർഡ്, ഉറപ്പുവരുത്താനുള്ള. ആര്? ബൈ ദ സ്റ്റേറ്റ് ആൻഡ് ദ സൊസൈറ്റി. സൊസൈറ്റിയും സ്റ്റേറ്റും നമ്മുടെ സമൂഹവും ഗവൺമെന്റും എല്ലാം ഉറപ്പുവരുത്തേണ്ട ഒരു കണ്ടീഷൻ ആണ്. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ദ ബെറ്റർ ലൈഫ്, ഒരു നല്ലൊരു ജീവിതത്തിനും, ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾക്ക്. എന്തിനു വേണ്ടിയിട്ട്? for its citizens to develop their talents and potential. അവരുടെ കഴിവുകളും എല്ലാം, അല്ലെങ്കിൽ അവരുടെ കഴിവുകളും അവരുടെ ആ ഒരു ജീവിത രീതികളും, പൊട്ടൻഷ്യൽ, അവരുടെ ആ ജീവിത രീതികളും എല്ലാം തന്നെ കൈവരിക്കുന്നതിനും, അല്ലെങ്കിൽ അത് ഉന്നതിയിലേക്ക് എത്തുന്നതിലേക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റിൽ നിന്നുള്ള, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിന്നുള്ള ആ ഒരു ഉറപ്പ്, അതാണ് റൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ റൈറ്റ്സ് എന്ന് പറയുന്നത് ഇതൊരു കണ്ടീഷൻ, ഇതൊരു കണ്ടീഷനാണ്, അല്ലെങ്കിൽ അവകാശമാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളത്? ഈ നമ്മുടെ ലൈഫ്, അല്ലെങ്കിൽ ഒരു നല്ലൊരു ജീവിതം ഉണ്ടാവാനും നല്ലൊരു അവസരങ്ങൾക്കായും എല്ലാം ഉള്ള ഒരു കണ്ടീഷനാണ്. അത് ആര് പ്രൊവൈഡ് ചെയ്യുന്നു? സ്റ്റേറ്റ്, അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉറപ്പ് തരുന്ന ഒന്നാണ് നമ്മുടെ ഈ ഒരു നമ്മുടെ ഈ ഒരു റൈറ്റ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്കുള്ള അവകാശങ്ങൾ എന്ന് പറയുന്നത്. അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഋതു, മനസ്സിലായോ? എന്താ ഋതു എന്താ പറയാൻ കേട്ടില്ല? ഓക്കെ,
ഓക്കെ, ഒന്നുകൂടെ പറയാം. സാർ ലാസ്റ്റ് പറഞ്ഞത് ഒന്നും കൂടെ പറഞ്ഞു. ഞാൻ പറയാം. പിന്നെ ഇടയ്ക്ക് എനിക്ക് ക്ലിയർ ആവുന്നില്ല. ഓക്കെ, ക്ലിയർ ആവാത്തപ്പോ ഒന്ന് പറയണേ. ഓക്കെ, വാട്ട് ഡു റൈറ്റ്സ് മീൻസ്, അതായത് എന്താണ് അവകാശം എന്ന് പറയുന്നത്? അതായത് ഒരാൾക്ക്, ഫോർ എക്സാമ്പിൾ ഋതുവിന് ഈ സമൂഹത്തിൽ ജീവിക്കണം, ഈ സമൂഹത്തില് നല്ല രീതിയിൽ ജീവിക്കണം. അപ്പൊ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യം വേണം, നമുക്ക് ജീവിക്കാനുള്ള അവകാശം വേണം. നമുക്ക് ആരും, ഇപ്പൊ നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആരും നമ്മളെ അടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ആരും നമ്മളെ ഉപദ്രവിക്കാൻ പാടില്ല. നമുക്ക് സ്വാതന്ത്ര്യത്തോടെ റോഡിൽ കൂടെ ഇറങ്ങി നടക്കണം. അവിടെ താഴ്ന്ന ജാതിയൊന്നും ഉയർന്ന ജാതിയൊന്നും ആരും പറഞ്ഞ് വരാൻ പാടില്ല. നമ്മളുടെ ഐഡന്റിറ്റി അങ്ങനെ ചോദ്യം ചെയ്യാൻ പാടില്ല. നമുക്ക് സ്കൂളിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ബസ്സിൽ കയറി പോകാൻ പറ്റണം. അപ്പൊ ഇത്തരത്തിലുള്ള നമുക്ക് വേണ്ടുന്ന അവകാശങ്ങളുണ്ടല്ലോ, അപ്പൊ അതിനെയാണ് ഈ റൈറ്റ്സ് എന്ന് പറയുന്നത്. അത് ആരാ എൻഷുർ ചെയ്യേണ്ട? ഗവൺമെന്റ്. അപ്പൊ ഗവൺമെന്റ് നമുക്ക് ആ ഒരു അവകാശങ്ങൾ തരണം. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് റൈറ്റ്സ് ആർ ദോസ് കണ്ടീഷൻസ് ടു ബി എൻഷുർഡ്. അപ്പൊ റൈറ്റ്സ് എന്ന് പറയുന്നത് അത് നമുക്ക് കിട്ടേണ്ട ഒരു അവകാശമാണ്, അല്ലെങ്കിൽ അതൊരു ഉറപ്പാണ്, ഒരു ഒരു ഉറപ്പാണ്. പക്ഷെ അത് ആരിൽ നിന്നാണ് നമുക്ക് ആ ഉറപ്പ് കിട്ടുന്ന? ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്, ബൈ ദ സ്റ്റേറ്റ്. അതായത് സ്റ്റേറ്റിൽ നിന്നോ സൊസൈറ്റിയിൽ നിന്നോ കിട്ടുന്ന ഒരു ഉറപ്പ്. എന്തിലേക്ക് വേണ്ടിയിട്ട്? ടു ബെറ്റർ ലൈഫ്, നല്ലൊരു ജീവിതത്തിനും ഓപ്പർച്യൂണിറ്റീസ് ഫോർ എ സിറ്റിസൺ ടു ഡെവലപ്പ് ദെയർ ടാലൻസ് ആൻഡ് പൊട്ടൻഷ്യൽ. അവരുടെ ഒരു മെച്ചപ്പെട്ട ജീവിതത്തിനും അല്ലെങ്കിൽ അവരുടെ കഴിവുകളെ വികസിപ്പിച്ചെടുക്കുന്നതിനും സഹായിക്കുന്നതിലേക്ക് വേണ്ടി ഉള്ള അവകാശങ്ങൾ. അത് ആര് എൻഷുർ ചെയ്യുന്നു? ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് എൻഷുർ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എൻഷുർ ചെയ്യുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഒരു അവകാശം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആ ഒരു ഉറപ്പിനെയാണ് നമ്മൾ ഈ ഒരു റൈറ്റ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ അവകാശം, അല്ലെങ്കിൽ നമ്മുടെ നിയമപരമായ നമ്മുടെ അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ മനസ്സിലായോ? Governments take necessary steps for the protection of rights. അപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്യും? ഈ അവകാശങ്ങൾ പരിപാലിക്കാൻ വേണ്ടിയിട്ട് കുറെ ആക്ഷൻസ് അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ അവർ തീരുമാനമെടുക്കും, അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ അവർ ഡിസൈഡ് ചെയ്യും. ഫോർ ദിസ് എവറി കൺട്രി ഇൻകോർപ്പറേറ്റ്സ് എ ലിസ്റ്റ് ഓഫ് റൈറ്റ്സ് ഇൻ ദെയർ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ അവർ എല്ലാ രാജ്യങ്ങളിലും അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനില് അവരുടെ റൈറ്റ്സ്, എന്തൊക്കെ റൈറ്റ്സ് ആണ് അവരവിടെ അവരുടെ രാജ്യത്ത് കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദിസ് ലിസ്റ്റ്, അപ്പോ അത് ഒരു ലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ആ ലിസ്റ്റിനെ പറയുന്നതാണ് ദ ബിൽ ഓഫ് റൈറ്റ്സ്. അപ്പോ ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത് a list which incorporates the list of rights which they are giving or which they are providing. അപ്പൊ ആ റൈറ്റ്സ് അവർ ഓരോ രാജ്യത്തിലും അവർ എന്തൊക്കെ അവകാശങ്ങളാണ് ജനങ്ങൾക്ക് നൽകുന്നത് എന്നുള്ള ആ ഒരു ലിസ്റ്റ് എടുത്ത് വച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത്. The Bill of Rights in India is known by the name Fundamental Rights. അപ്പൊ ഇന്ത്യയിലാണെങ്കിൽ ഈ ഒരു ബിൽ ഓഫ് റൈറ്റ്സിനെ അല്ലെങ്കിൽ ഈ നമ്മുടെ എന്തൊക്കെ അവകാശങ്ങളാണ് നമുക്കുള്ളത് എന്നുള്ള കാര്യം എഴുതി വെച്ചിരിക്കുന്ന ആ കാര്യങ്ങളെ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നു. ഇന്ത്യയിൽ പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ. നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വേണ്ടുന്ന അവകാശങ്ങളാണ് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ വരുന്നത്. അപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 14 മുതൽ 35 വരെ നമുക്ക് അത് ഇതിലില്ല. അപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ആർട്ടിക്കിൾ 35 മുതൽ 14 മുതൽ 35 വരെ വരുന്ന കാര്യങ്ങളാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഇതിലിപ്പോ നമ്മൾ റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച്, റൈറ്റ് ടു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, റൈറ്റ് ടു ചൂസ് എനി റിലീജിയൻ, right to believe in any religion, or right to attend religious meetings,
അപ്പോ റൈറ്റ് ടു മാരേജ്, റൈറ്റ് ടു ലൈഫ്, അതുപോലെ അത്തരത്തിൽ കുറെ നിയമങ്ങൾ ബേസിക് ആയിട്ട് റൈറ്റ് ടു എഡ്യൂക്കേഷൻ, അതുപോലെ കുറെ ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മുടെ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ അവരവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും? No, sir. നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നതാണ് നമ്മുടെ അത്തരത്തിലുള്ള റൈറ്റ്സിലുള്ള കുറച്ച് റൈറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ റൈറ്റ്സ് ആണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശങ്ങൾ. ഇത് കുറച്ച് പത്ര കട്ടിംഗ് ആണ്, അല്ലെങ്കിൽ കുറച്ച് കൊളാഷ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പൊല്യൂഷൻ ഓഫ് പെരിയാർ, പീപ്പിൾ വറി. അപ്പോ നമ്മുടെ ഈ പെരിയാർ നദിയിലാണെങ്കിൽ ഫുൾ മലിനീകരണം അല്ലെങ്കിൽ മലിനമായി കിടക്കുകയാണ്. അപ്പോ ആളുകൾ അതുകൊണ്ട് വറി ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ആളുകൾ വിഷമത്തിലാണ്. ലേബർ എക്സ്പ്ലോയിറ്റേഷൻ ഹൈ ഇൻ അൺഓർഗനൈസ്ഡ് സെക്ടർ ഇൻ ഇന്ത്യ. ഈ നമ്മുടെ ഇന്ത്യയിലെ പല ഓർഗനൈസേഷനിലും അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ടല്ലാത്തുള്ള ഓർഗനൈസേഷനില് ലേബർ എക്സ്പ്ലോയിറ്റേഷൻ അല്ലെങ്കിൽ തൊഴിലാളികളുടെ അല്ലെങ്കിൽ തൊഴിൽ അവസരങ്ങളുടെ ചൂഷണം നടക്കുന്നുണ്ട്. December 10, all set to observe Human Rights Day. അപ്പോ മനുഷ്യാവകാശ ദിനം വിപുലമായ പരിപാടികൾ നടക്കുന്നു എന്നാണ് December 10. Serious health problems in children in the fireworks factories in ശിവകാശി. അപ്പോ ഈ നമ്മുടെ ശിവകാശിയിലുള്ള ഫയർ വർക്ക്സ് ഫാക്ടറീസ്, അതായത് നമ്മുടെ ഈ പടക്കം, പൊട്ടാസ് അതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് ഈ നമ്മുടെ എന്താ പറയുന്നത്, പടക്ക നിർമ്മാണശാല, നമ്മുടെ ദീപാവലിക്കൊക്കെ ഉള്ള പടക്കം. അപ്പൊ അത് എല്ലാം മിക്കതും ശിവകാശിയിലാണ് അതിന്റെ പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ആൾക്കാർക്ക് നമ്മുടെ കുറെ കുട്ടികൾക്ക് അവിടെ അപകടം പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന കുട്ടികൾക്ക് കുറെ പ്രോബ്ലംസ് വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത് കുറച്ച് നമ്മുടെ ഒരു കൊളാഷ് അല്ലെ പത്ര കട്ടിങ്സ് ഒക്കെ ആണ്. ഇതെല്ലാം എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സിന് എതിരായിട്ടുള്ള കുറെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെയാണ് എങ്ങനെയാണെന്നുള്ളത് നമുക്കിവിടെ നോക്കാം. Observe the collage given above. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ള കൊളാഷ് നോക്കുക. Some situations related to the denial of rights and attempts for their protection are highlighted. അപ്പൊ ഇവിടെ കുറച്ച് സിറ്റുവേഷൻ. അപ്പൊ ഏതൊക്കെ സിറ്റുവേഷൻസ് ആയിരിക്കും ഈ ഹ്യൂമൻ റൈറ്റ്സിന് എതിരായിട്ട് ഇവിടെ ഉണ്ടാവുക? ഈ നമ്മുടെ മനുഷ്യന്റെ അവകാശങ്ങളെ അല്ലെങ്കിൽ മനുഷ്യാവകാശത്തെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ എതിര് ഉള്ള കുറെ കാര്യങ്ങൾ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ പൊല്യൂഷൻ ഓഫ് പെരിയാർ, അപ്പൊ എന്ന് പറയുന്നത്, അപ്പൊ ആളുകൾക്ക് അവിടെ വെള്ളം എടുക്കാൻ പറ്റത്തില്ല, കുളിക്കാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ലേബർ എക്സ്പ്ലോയിറ്റേഷൻ, അപ്പോ അവർക്ക് സ്വതന്ത്രമായിട്ട് ജോലി ചെയ്യാൻ അല്ലെങ്കിൽ അതിനുള്ള ശമ്പളം കിട്ടാനുള്ള അവകാശം അവർക്ക് അവിടെ നിഷേധിക്കപ്പെട്ടു. സീരിയസ് ഹെൽത്ത് പ്രോബ്ലംസ്, അപ്പോ ഫോർ ഇൻ ചിൽഡ്രൻ, അതായത് കുട്ടികളെ ജോലി ചെയ്യിപ്പിക്കാൻ പാടില്ല. ഇത്തരം ഫാക്ടറികളിലോ അല്ലെങ്കിൽ ഒന്നും തന്നെ ജോലി ചെയ്യിക്കാനായിട്ട് പാടില്ല. എന്നിട്ടും ഇവിടെ ആ ജോലി ചെയ്യിപ്പിച്ചു, അല്ലെങ്കിൽ ഇത്തരം അപകടം പിടിച്ച പണികൾക്ക് കുട്ടികളെ ഉപയോഗിക്കുകയുണ്ടായി. അപ്പൊ അതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സിന് എതിരായിട്ടുള്ള കാര്യങ്ങൾ ആണ്. വയലേഷൻ ഓഫ് റൈറ്റ്സ് ട്രിഗേഴ്സ് അറ്റംപ്റ്റ് ടു പ്രൊട്ടക്ട്. അപ്പോ ഈ വയലേഷൻ, അപ്പൊ ഈ അവകാശങ്ങളെ ഈ ചോദ്യം ഈ അവകാശങ്ങൾ മാറിയപ്പോൾ, അല്ലെങ്കിൽ വയലേഷൻ നമുക്ക് നമ്മുടെ അവകാശങ്ങളെ ചോദ്യം ചെയ്തപ്പോൾ അത് പിന്നെ അതിന്റെ ഒരു പ്രൊട്ടക്ഷന് കാരണം ആയി. അതായത് നമ്മുടെ ഈ ഒരു അവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ശ്രമങ്ങൾ. ഇപ്പൊ അവിടെ അവകാശങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. അതായത് ഇവിടെ കുട്ടികളെയാണെങ്കിൽ കുട്ടികളെയൊക്കെ വർക്ക് ചെയ്യിപ്പിച്ചു. അപ്പോ കുട്ടികളെ വർക്ക് ചെയ്യിപ്പിച്ചപ്പോൾ അതിനെ ചോദ്യം ചെയ്യാനായിട്ട് തുടങ്ങി. എന്തിന് വർക്ക് ചെയ്യിച്ചു, ഇങ്ങനെ വർക്ക് ചെയ്യിക്കാമോ, അല്ലെങ്കിൽ നമ്മുടെ നിയമം അനുസരിച്ച് ഇവരെ കൊച്ചുകുട്ടികളെ ഇവിടെ ഇങ്ങനെ വർക്ക് ചെയ്യിപ്പിച്ചുകൂടാ, ഇവരുടെ ആരോഗ്യത്തിന് അത് പ്രശ്നമാണ്, അല്ലെങ്കിൽ ഇവരുടെ കംപ്ലീറ്റ് ജീവിതത്തിന് അത് പ്രശ്നമാണ്.
In modern times, rights are commonly referred to as human rights. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാലത്ത് ഈ റൈറ്റ്സ് എന്ന് പറയുന്ന അവകാശങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഹ്യൂമൻ റൈറ്റ്സ് അല്ലെങ്കിൽ മനുഷ്യാവകാശങ്ങളായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഹ്യൂമൻ റൈറ്റ്സ് ആർ ദോസ് റൈറ്റ്സ് ദാറ്റ് എവറി ഹ്യൂമൻ ബീയിങ് ഈസ് എൻടൈറ്റിൽഡ് ടു. അപ്പൊ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത് അവകാശങ്ങൾ, മനുഷ്യന് കിട്ടേണ്ട അവകാശങ്ങൾ, അല്ലെങ്കിൽ മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മനുഷ്യ വംശത്തിന് ടോട്ടലി ആവശ്യമുള്ള അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അവകാശങ്ങളെയാണ് മനുഷ്യാവകാശം അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. Here are a few rights included in the Universal Declaration of Human Rights, which came into existence on 10 December 1914. അപ്പോൾ ഈ ഒരു യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് UDHR എന്ന് പറയുന്നത് 1948 വന്ന ഒരു ഡിക്ലറേഷൻ, അല്ല എങ്കിൽ ഒരു ഇതുണ്ടല്ലോ, ഈ കംപ്ലീറ്റ് ആയിട്ട് എല്ലാവർക്കും ഇത്തരത്തിലുള്ള അവകാശങ്ങൾ കൊടുക്കണമെന്ന് എല്ലാവരും ഒരുമിച്ചെടുത്ത ആ ഒരു തീരുമാനത്തിന്റെ ഫലമായിട്ട് ഈ ഒരു യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു കോമൺ പ്ലാറ്റ്ഫോം അവിടെ വന്നു. അത് എന്നാ ഫോം ചെയ്തത് 1948 ഡിസംബർ 10. അപ്പോൾ ഈ ഡിസംബർ 10 ഇങ്ങനെ ഫോം ചെയ്തിട്ടുള്ള ഒന്നാണ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്, ഓൾ ഹ്യൂമൻ ബീയിങ്സ് ആർ ബോൺ ഫ്രീ ആൻഡ് ഈക്വൽ ഇൻ ഡിഗ്നിറ്റി ആൻഡ് റൈറ്റ്. അപ്പോൾ എല്ലാ ജനങ്ങളും, എല്ലാ മനുഷ്യരും ഈ ഭൂമിയിൽ ജനിച്ചിട്ടുള്ളത് ഒരുപോലെയാണ്, സ്വതന്ത്രരായിട്ട്, അല്ലെങ്കിൽ അവരെല്ലാം ഒരുപോലെയാണ്, അവർക്ക് ജീവിക്കുവാനുള്ള അവകാശമുണ്ട്, എല്ലാവരും ഒരുപോലെയാണ് എന്ന് പറയുന്നു. They are endowed with reason and conscience and should act towards one another in a spirit of brotherhood. അപ്പോ അവർ എല്ലാത്തിലും അവരുടെ ബുദ്ധി കൊണ്ടും അവരുടെ മനസാക്ഷി കൊണ്ടും എല്ലാം അവർ പരസ്പരം സാഹോദര്യം, അതായത് അവരെല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഈ ഒരു യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ്. അപ്പൊ അവർ റൈറ്റ്സ് നമുക്ക് വേണ്ടി തരുന്നുണ്ട് എന്നുള്ള കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ടു ലീവ്, നമുക്ക് ജീവിക്കാനുള്ള അവകാശം. റൈറ്റ് ടു ഫ്രീഡം, നമുക്ക് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. റൈറ്റ് ടു ഫ്രീഡം ഓഫ് അസോസിയേഷൻ, നമ്മൾ നേരത്തെ നോക്കിയിട്ടുള്ള ഇത് തന്നെയാണ്. നമ്മുടെ റൈറ്റ് ടു ഫ്രീഡം ഓഫ് അസോസിയേഷൻ, നമുക്ക് ഒരുമിച്ച് കൂട്ടം കൂടാനും അല്ലെങ്കിൽ ഒരു സംഘടന ഫോം ചെയ്യാനും അല്ലെങ്കിൽ ഒരുമിച്ച് കൂടാനും ഒക്കെയുള്ള അവകാശം. റൈറ്റ് ടു ഓക്കുപ്പേഷൻ, അവർക്ക് ജോലി ചെയ്യാനുള്ള അവകാശം. റൈറ്റ് ടു പ്രിസർവ് കൾച്ചർ, ലാംഗ്വേജ് ആൻഡ് സ്ക്രിപ്റ്റ്, അപ്പോൾ അവർക്ക് ഒരു എന്താ പറയാ ഓരോ ലാംഗ്വേജ് സംസാരിക്കാൻ, അല്ലെങ്കിൽ അവർക്കുള്ള ഭാഷ തിരഞ്ഞെടുക്കാൻ, അല്ലെങ്കിൽ ഒരു ഭാഷ പഠിക്കാൻ, പിന്നെ അവരുടെ ആ ഒരു സംസ്കാരം, കൾച്ചർ പ്രിസർവ്, ആ ഒരു സംസ്കാരം നിലനിർത്താൻ, ഒരു ഭാഷ നിലനിർത്താൻ, അതുപോലെ തന്നെ സ്ക്രിപ്റ്റ്, അവരുടെ എഴുത്ത് ലിപികൾ മനസ്സിലാക്കാൻ, ഇതിനൊക്കെ അല്ലെങ്കിൽ അതൊക്കെ പഠിക്കുവാൻ അല്ലെങ്കിൽ ഉപയോഗിക്കുവാൻ, ഇതിനൊക്കെയുള്ള അവകാശം നമുക്ക് ആര് നൽകുന്നുണ്ട്? ഈ ഒരു യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഇതെല്ലാം നമ്മുടെ ഗവൺമെന്റ് നമുക്ക് വേണ്ടി എൻഷുർ ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത്രയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? No, sir. The government of India has taken a number of steps to protect human rights at the national and state level. That means നമ്മുടെ ഇന്ത്യ ഗവൺമെന്റും ഇത്തരത്തിലുള്ള, ബിക്കോസ് വി ആർ ഡെമോക്രാറ്റിക്, നമ്മൾ എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ആണ്. അപ്പോൾ ഈ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള രീതി ആകുമ്പോൾ നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യങ്ങളെല്ലാം നമുക്ക് അനുഭവിക്കാനുള്ള അവകാശമുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള നമ്മുടെ ഈ ഒരു ഹ്യൂമൻ റൈറ്റ്സ്, നമ്മുടെ ഈ ഒരു അവകാശങ്ങൾ കാത്തു പാലിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും, അതായത് നമ്മുടെ സംസ്ഥാനത്തിന്റെ ആ ഒരു ഇതിലും, അതുപോലെ തന്നെ കേന്ദ്രം നാഷണൽ, അപ്പോൾ ആ നാഷണൽ ലെവലിലും ഈ ഒരു സംസ്ഥാന ലെവലിലും ദേശീയ ലെവലിലും ദേശീയ തലത്തിലും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് ലെവലിലും
നമുക്ക് ഈ പല പല കാര്യങ്ങൾ, പല പല സ്റ്റെപ്സ്, അതായത് ഈ നമ്മുടെ ഈ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും നമ്മുടെ ഈ ഒരു ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. എമിക്ക് എന്ത് പറ്റി, കേൾക്കാൻ പറ്റുന്നില്ലേ? ഒന്നും ഉണ്ടെന്നില്ല. ഓക്കെ. Anyway, the most prominent among them is the formation of the National Human Rights Commission and the State Human Rights Commission. അപ്പൊ നമ്മുടെ അവകാശങ്ങളെല്ലാം പരിപാലിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റ് ഫോം ചെയ്തിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ, അതായത് ദേശീയ തലത്തിലുള്ള മനുഷ്യാവകാശ കമ്മീഷനും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ, നമ്മുടെ സ്റ്റേറ്റ് ലെവലില് നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ. അപ്പോൾ ഈ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു റൈറ്റ്സിനെ എല്ലാം പരിപാലിക്കപ്പെടുന്നതും അതുപോലെ തന്നെ അവിടെ എന്തെങ്കിലും നമ്മുടെ റൈറ്റ്സ് ചോദ്യപ്പെടുക, അതായത് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ ബന്ധപ്പെടാം. അല്ലെങ്കിൽ നമ്മുടെ റൈറ്റ്സിനെ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ, നമുക്ക് ഈ സ്വാതന്ത്ര്യം കിട്ടുന്നില്ല അല്ല എങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അവരെ ബന്ധപ്പെടാൻ പറ്റും, അവരോട് പരാതി പറയാൻ പറ്റും, അവരതിനുള്ള ഒരു വഴി കണ്ടുപിടിച്ച് നമുക്ക് തരും. അപ്പൊ അതിനാണ് നമ്മൾ ഈ ഒരു ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഇത്രയും പഠിപ്പിച്ചതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇന്ന് പഠിപ്പിച്ച ഇത്രയും കാര്യങ്ങൾ കുറച്ചേ പഠിപ്പിച്ചിട്ടുള്ളൂ, ഇത്രയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സാർ ഇപ്പം പറഞ്ഞ പാരഗ്രാഫ് ഒന്നും കൂടെ പറയോ? അതായത് നമ്മുടെ ഗവൺമെന്റ്, നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് പല പല കാര്യങ്ങളും നമ്മുടെ ഈ ഒരു ഹ്യൂമൻ റൈറ്റ്സ് എൻഷുർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്, നമ്മുടെ അവകാശങ്ങൾ പരിപാലിക്കപ്പെടാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും നമ്മുടെ ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷനും. അതായത് സ്റ്റേറ്റ് ലെവലിലും നമ്മുടെ ഈ ഒരു സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിലും ഉള്ള രണ്ട് കമ്മീഷൻ. അതായത് നമ്മുടെ അവകാശങ്ങൾ നഷ്ടപ്പെട്ടുവെന്ന് തോന്നിക്കഴിഞ്ഞാല്. സാർ ഞാൻ ഒന്നും കേട്ടില്ല, ഇടയ്ക്ക് നല്ല കട്ടായി പോയി, പിന്നെ ഇപ്പോഴാണ് കേറാൻ പറ്റിയത്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഗവൺമെന്റ് പ്രധാനമായിട്ടും അവിടെ ചെയ്തിട്ടുള്ള രണ്ട് കാര്യങ്ങൾ, നമ്മുടെ നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ഓരോ കമ്മീഷൻസിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോ നമുക്ക് നമ്മുടെ അവകാശങ്ങൾ എപ്പോഴെങ്കിലും നഷ്ടപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാനും സാധിക്കും. ഓക്കെ ഋതു, അപ്പൊ എനിക്ക് തോന്നുന്നു ഇതോടെ ഹ്യൂമൻ റൈറ്റ്സ് നഷ്ടമായി എന്ന് തോന്നുന്നു. അപ്പൊ അതൊന്ന് വീഡിയോ കാണാവോ? വീഡിയോ കണ്ടതിന് ശേഷം അല്ലെ വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം അത്രയും നമുക്ക് സമയം നഷ്ടമാണ്. അപ്പൊ അത് വീഡിയോ കണ്ടതിന് ശേഷം ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവോ? എന്താ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. അപ്പൊ ഹ്യൂമൻ റൈറ്റ്സ് തീർന്നല്ലോ. ഹ്യൂമൻ റൈറ്റ്സ് തീർന്നു. ഓക്കെ, അപ്പൊ ആ ഒരു പോർഷൻ അത്ര വീഡിയോ കണ്ടതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സാർ ആ പോയിന്റ്സ് ഒന്ന് പറഞ്ഞുതരോ? ഏതാ ആ പോയിന്റ്സ്? റൈറ്റ് ടു ലീവ് അതൊക്കെ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതായത് റൈറ്റ് ടു ലീവ്, നമുക്ക് ജീവിക്കാനുള്ള അവകാശം, റൈറ്റ് ടു ഫ്രീഡം, നമുക്ക് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഫ്രീഡം ഓഫ് അസോസിയേഷൻ, നമുക്കൊരു ഗ്രൂപ്പ് ഫോം ചെയ്യാനുള്ള അവകാശം, റൈറ്റ് ടു ഒക്യുപ്പേഷൻ, ജോലി ചെയ്യാനുള്ള അവകാശം, റൈറ്റ് ടു പ്രിസർവ് കൾച്ചർ, ലാംഗ്വേജ് ആൻഡ് സ്ക്രിപ്റ്റ്, നമ്മുടെ സംസ്കാരവും നമ്മുടെ ഭാഷയും അതുപോലെ തന്നെ നമ്മുടെ ലിപി എല്ലാം എന്താ പറയുന്നത് സംരക്ഷിക്കുവാനുള്ള അവകാശം. ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് ഇത്തരത്തിലുള്ള അവകാശങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ് ഈ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് നൽകുന്നുണ്ട്. അപ്പൊ അതാ അവിടെ പറഞ്ഞു. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കുന്നത്, അപ്പൊ നമ്മളിവിടെ പറഞ്ഞു നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനും ഉണ്ട്, നമ്മുടെ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷനും ഉണ്ട്.
Okay, about the formation of National Human Rights Commission is an important step in the direction of protecting human rights at the national level. അപ്പോൾ ഈ മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റ് ഫോം ചെയ്തിട്ടുള്ള ഒന്നാണ് NHRC, അതല്ല എങ്കിൽ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. അപ്പോ ഈ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ അവര് ഈ ദേശീയ തലത്തില് ഈ ഒരു സംരക്ഷണം, ഈ ഒരു ദേശീയ തലത്തില് അല്ലെങ്കിൽ നമ്മുടെ നാഷണൽ ഇന്ത്യ കംപ്ലീറ്റ് ആയിട്ട് വരുന്ന ഒന്ന്. അപ്പൊ ദേശീയ തലത്തിലുള്ള ഹ്യൂമൻ റൈറ്റ് വയലേഷൻസിനെയും എല്ലാം ചോദ്യം ചെയ്യാനായിട്ട് ഉള്ള ഒരു കമ്മീഷനാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ. The commission is constituted under the Human Rights Protection Law passed by the Parliament in 1993. അപ്പോൾ 1993 പാർലമെന്റിൽ ഹ്യൂമൻ റൈറ്റ് പ്രൊട്ടക്ഷൻ ലോ എന്ന് പറഞ്ഞ ഒരു ലോ അവിടെ പാസ്സാക്കി. എന്തിനു വേണ്ടിയിട്ടാ? കാര്യം ഒന്ന്, ഇത് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ ആൾക്കാരുടെ ഈ ഒരു അവകാശങ്ങളെല്ലാം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. The commission comprises of 5 members including the chairman. അപ്പോ ഈ ഒരു ഇതില് 5 മെമ്പേഴ്സ് ആണ് ഉള്ളത്. അതിൽ ഒരാൾ ചെയർമാൻ ആണ്, ബാക്കിയുള്ളവരെല്ലാം അതിന്റെ മെമ്പേഴ്സ്. അപ്പൊ മെമ്പേഴ്സും ചെയർമാനും ഉൾപ്പെടെ 5 പേരാണ് ഈ ഒരു കമ്മീഷനിൽ ഉള്ളത്. A retired chief justice of the Supreme Court will be the chairman of the commission. അപ്പോ ഇതിനെ കണ്ടോ, ഇതില് അവര് ഈ ആരെയാണ് ഇതിന്റെ കമ്മീഷനായിട്ട് വെക്കുന്നത് നോക്കിയേ. റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ദ സുപ്രീം കോർട്ട്. സുപ്രീം കോർട്ടിലെ റിട്ടയർഡ് ആയിട്ടുള്ള സുപ്രീം കോടതി ജഡ്ജിയായിരുന്നു, എന്നിട്ട് റിട്ടയർ ആയ ഒരാളെ ആയിരിക്കും നമ്മുടെ ഈ കമ്മീഷന്റെ ഈ ഒരു ചെയർമാനാക്കി വെക്കുക. കാരണം നിയമം കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ അതിനെല്ലാം വേണ്ടിയിട്ട് ഈ ഒരു നിയമവുമായിട്ട് ബന്ധപ്പെട്ട ഒരാളെ വെക്കുമ്പോൾ അത് നമ്മുടെ നിയമത്തിന്റെ പ്രൊട്ടക്ഷൻ ആവും, അതായത് നമ്മുടെ ഈ റൈറ്റ്സിനെല്ലാം പ്രൊട്ടക്ഷൻ ആവും. അപ്പൊ ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുള്ള കണ്ടില്ലേ, ഫോട്ടോ കണ്ടില്ലേ, ജസ്റ്റിസ് രംഗനാഥ് മിശ്ര, ദ ഫസ്റ്റ് ചെയർമാൻ ഓഫ് NHRC. പുള്ളിക്കാരനാണ് നമ്മുടെ ഈ ഒരു NHRCയുടെ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷന്റെ ഫസ്റ്റ് ചെയർമാൻ എന്ന് പറയുന്നത്. അത് 1993. ഫങ്ഷൻസ് ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ. അപ്പൊ അവർ എന്തൊക്കെ ഫങ്ഷൻസ്, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ അതിൽ നിന്ന് കിട്ടുന്നു എന്നുള്ള കാര്യം നോക്കാം. എൻക്വയർ അബൌട്ട് കംപ്ലൈന്റ്സ് റിലേറ്റഡ് ടു ദ വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ഹ്യൂമൻ റൈറ്റ് വയലേഷൻസിനെ കുറിച്ച് എൻക്വയറി നടത്തും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വന്നിട്ടുള്ള അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്നിട്ടുള്ള കംപ്ലൈന്റ്സിനെ കുറിച്ച് അവരാദ്യം ഒരു പഠനം നടത്തും. Visit jails to study the life situation of the inmates and make recommendations. അപ്പോ ജയിലുകളിലും മറ്റും സന്ദർശിച്ചിട്ട് അവരുടെ അവിടെ ജീവിക്കുന്ന ആൾക്കാരുടെ സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കും. കാര്യം ജയിലിൽ അവരിപ്പോ കുറ്റവാളിയാണെങ്കിലും, നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സിന്റെ ആ ഒരു ഇതിൽ പറയുന്നത് അവർ കുറ്റവാളിയാണെങ്കിലും അവർ മനുഷ്യരാണ്. അപ്പോ മനുഷ്യരായതുകൊണ്ട് അവർക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് അവകാശങ്ങൾ അതിനകത്തായാലും കൊടുക്കണം, ലൈക്ക് പ്രൊട്ടക്ഷൻ. അപ്പോ അവർക്ക് അവിടെ പ്രൊട്ടക്ഷൻ ഒക്കെ കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് ജയിലുകളൊക്കെ സന്ദർശിച്ചതിന് ശേഷം അവരുടെ ജയിലിൽ അവിടെ ജീവിക്കുന്നവരുടെ അവകാശങ്ങൾ എന്താണ്, അല്ലെങ്കിൽ അവർക്ക് അവിടെ സൗകര്യം ഉണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാറ്റം വരുത്തണോ എന്നുള്ള കാര്യങ്ങളെല്ലാം അവിടെ നോക്കി ക്ലിയർ ചെയ്യുക എന്നുള്ളത് ഈ ഒരു കമ്മീഷന്റെ ഡ്യൂട്ടി ആണ്. Give necessary instructions for the protection of human rights. അപ്പൊ ഈ ഒരു ഇതൊക്കെ നോക്കിയതിനു ശേഷം ഈ ഹ്യൂമൻ റൈറ്റ്സ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, മനുഷ്യാവകാശം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പല ഇൻസ്ട്രക്ഷൻസും എന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യം പറയുന്നത് നമ്മുടെ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ആണ്. പ്രൊമോട്ട് വോളണ്ടറി ഓർഗനൈസേഷൻസ് ദാറ്റ് വർക്ക്സ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ്. അപ്പോൾ ഈ ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സിനെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട്, അല്ലെങ്കിൽ മനുഷ്യാവകാശം ലംഘിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ മനുഷ്യാവകാശത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പല ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ NGOs ഈ ഓർഗനൈസേഷൻസും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഓർഗനൈസേഷനെല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ആണ്. അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റോളുകളിൽ വരുന്ന കാര്യങ്ങളാണ് ഇത്. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? No, sir. ഇത് No, sir. ഒരു സെക്കൻഡ്.
അപ്പൊ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ എന്താണെന്ന് നോക്കാം. സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻസ് ആർ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ഓൾ ദ സ്റ്റേറ്റ്. എല്ലാ സംസ്ഥാനങ്ങളിലും, എല്ലാ കേരളം, തമിഴ്നാട്, അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻസ് ഉണ്ട്. The Kerala State Human Rights Commission came into being in 1998. അപ്പൊ 1998-ലാണ് നമ്മുടെ കേരള സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ നിലവിൽ വന്നത്. അപ്പോ അത് ഇയർ മറക്കരുത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ചെയർമാൻ ആൻഡ് 2 members. അപ്പൊ ഇവിടെ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ, സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ വരുന്നത് 2 മെമ്പേഴ്സും 1 ചെയർമാനും, അങ്ങനെ ടോട്ടൽ 3 പേര്. അങ്ങനെയാണ് നമ്മുടെ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ. നമ്മുടെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ 4 പേരാണോ? അവിടെ ടോട്ടൽ 4 പേരല്ലേ? നാഷണലിൽ എത്ര പേരാ? 4 മെമ്പേഴ്സും 1 കമ്മീഷണറും, 5 ടോട്ടൽ 5 പേര്. അപ്പൊ അവിടെ എന്ന് പറയുന്നത് 5 members ഇൻക്ലൂഡിങ് ചെയർമാനും അതുപോലെ അവിടുത്തെ മെമ്പേഴ്സും ചേർത്ത് 5 പേര്. അത് നാഷണൽ ലെവലിൽ. പക്ഷെ നമ്മുടെ സ്റ്റേറ്റ് ലെവലിലാകുമ്പോൾ 2 പേര്, ഒരു കമ്മീഷണറും കൂടെ ചേർത്ത് അങ്ങനെ 3 പേര്, അല്ലെങ്കിൽ ചെയർമാനും കൂടെ ചേർത്ത് അങ്ങനെ ടോട്ടൽ 3 പേര്. ഇവിടെ 3, അവിടെ 5. അത്രയും ഓർത്താൽ മതി. The functions of the State Human Rights Commission is same as the National Human Rights Commission. അപ്പോൾ ഈ നമ്മുടെ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷന്റെ ഫങ്ഷൻസ് ഇവിടെ ഈ മുകളിൽ പറഞ്ഞതുപോലെ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനെ പോലെ തന്നെ സെയിം ആണ്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ എന്ന് ചോദിച്ചാൽ, അവർക്ക് ഈ നാഷണൽ ലെവലിലുള്ള ആ ഒരു ടീമിന് എല്ലാ സ്റ്റേറ്റിലും പോയി എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ സ്റ്റേറ്റിലും അവർക്ക് ഇങ്ങനെ ഒരു കമ്മീഷൻ ഉണ്ടെങ്കിൽ ആ സ്റ്റേറ്റിന്റെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ആദ്യം ഈ സ്റ്റേറ്റുകാർക്ക് തന്നെ അവർക്ക് ചെയ്യാൻ പറ്റും. ഈ സ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് തന്നെ അത് പ്രോപ്പറായിട്ട് ആദ്യമേ ചെയ്യാൻ പറ്റും. എന്നിട്ട് അതിലും പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ മാത്രം അവർക്ക് നേരെ നാഷണൽ ലെവലിൽ പോയാൽ മതി. അപ്പൊ ആദ്യം സ്റ്റേറ്റ് ലെവലിൽ പരിഹരിക്കാൻ നോക്കും. ഇപ്പൊ ഈ ഫങ്ഷൻസ് എല്ലാം തന്നെ ഇവർ തന്നെ ചെയ്യാൻ നോക്കും, എന്നിട്ടേ നാഷണൽ ലെവലിലേക്ക് പോകത്തുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു സ്റ്റേറ്റ് ലെവലില് കുറച്ചുകൂടെ ഇത് നമുക്ക് എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സ്റ്റേറ്റ് ലെവലിൽ ഈ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനെ ഫോം ചെയ്തിട്ടുള്ളത്. ഇൻ ഇൻസ്റ്റൻസസ് ഓഫ് വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് വൺ ക്യാൻ അപ്രോച്ച് ദ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, ആർക്കെങ്കിലും ഇവർക്ക് ഹ്യൂമൻ റൈറ്റ്സ്, അവരുടെ അവകാശങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് ഉടനെ തന്നെ നമ്മുടെ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനെ ബന്ധപ്പെടാനുള്ള അവകാശമുണ്ട്. അവർക്ക് ഉടനെ തന്നെ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനെ ബന്ധപ്പെടാം. അവർക്ക് ഇതിനുള്ള ഒരു പരിഹാരം അവരിൽ നിന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും. അതാണ് നമ്മുടെ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷനും നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനും അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരു സെക്കൻഡ്, എന്റെ ചാർജർ ഞാൻ ഒന്ന് എടുത്ത് വെച്ചോട്ടെ. അപ്പോൾ അതാണ് നമ്മുടെ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷനും നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനും എന്ന് പറയുന്നത്. അവരുടെ ഫങ്ഷൻസ് എല്ലാം സെയിം ആണ്. ആകെപ്പാടെ വ്യത്യാസം എന്ന് പറയുന്നത് അവര് 5 പേര്, നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ 5 പേര്, നമ്മുടെ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ എന്ന് പറയുന്നത് 3 പേര്. അപ്പൊ ഇവിടെ കേരളത്തിലാണെങ്കിൽ ഇത് ഫോം ചെയ്തിട്ടുള്ളത് 1998. ഇത്രയേ ഉള്ളൂ വ്യത്യാസം എന്ന് പറയുന്നത്. അടുത്ത പോർഷനിലേക്ക് പോവാം. പോവാമോ? അപ്പൊ എന്താണ് ചൈൽഡ് റൈറ്റ്സ്? അതായത് കുട്ടികളുടെ അവകാശങ്ങൾ, നിങ്ങളെ പോലുള്ള കുട്ടികളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമുക്കടുത്ത് നോക്കേണ്ടത്. കുറച്ചുണ്ട്. അപ്പൊ ചൈൽഡ് റൈറ്റ്സ് കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ നിർത്താം കേട്ടോ. എന്നിട്ട് നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം.
ചൈൽഡ് റൈറ്റ്സ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ ഫ്യൂ റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻസ് ആർ ഗിവൺ അബവ്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഫ്രീഡം ഓഫ് സ്പീച്ച് ഈസ് മൈ റൈറ്റ്. അഭിപ്രായ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഇത് സംസാരിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. ഐ ഹാവ് ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ. എനിക്ക് പഠിക്കുവാനുള്ള അവകാശം ഉണ്ട്. ഐ ഹാവ് ദ റൈറ്റ് ടു മൈ നെയിം ആൻഡ് നാഷണാലിസം. അതായത് എനിക്കൊരു പേരിനും അതുപോലെ തന്നെ ദേശീയതയ്ക്കും അവരുടെ നാഷണലിസം ദേശീയതയ്ക്കും ഉള്ള അവകാശം ഉണ്ട്. പ്രൊട്ടക്ഷൻ ഫ്രം ചൈൽഡ് ലേബർ ഈസ് മൈ റൈറ്റ്. അതായത് നമ്മൾ നേരത്തെ പഠിച്ചു ശിവകാശിയിലെ കുട്ടികളെ കൊണ്ട് പണിയെടുക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും, അതായത് ഈ കുട്ടികളെ കൊണ്ട് പണിയെടുക്കുന്നതിൽ നിന്നും ഉള്ള സ്വാതന്ത്ര്യം നമുക്ക്, അല്ലെങ്കിൽ അത് പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ഈ ബാലവേലയിൽ നിന്നൊക്കെയുള്ള ഒരു പ്രൊട്ടക്ഷൻ. ബാലവേല ദിനമുണ്ട്. അതെ. അപ്പോ ബാലവേലയിൽ നിന്നുള്ള ആ ഒരു പ്രൊട്ടക്ഷൻ അതിനെ നമുക്ക് ഹ്യൂമൻ റൈറ്റ്സ് അല്ലെങ്കിൽ ഈ ഒരു ചൈൽഡ് റൈറ്റ്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ കാണുന്ന കുറച്ച് കാര്യങ്ങൾ ചൈൽഡ് റൈറ്റ്സ് ആണ്. ദ ഫ്യൂ റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ ആർ ഗിവൺ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. വൈ ഡു ചിൽഡ്രൻ നീഡ് സ്പെഷ്യൽ റൈറ്റ്സ്? എന്തിനു വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള റൈറ്റ്സ് അല്ലെ അവകാശങ്ങളുടെ ആവശ്യകത? വാട്ട് ആർ ദ റൈറ്റ്സ് ഓഫ് ദ ചിൽഡ്രൻ? എന്തൊക്കെയാണ് നമ്മുടെ കുട്ടികൾക്കുള്ള അവകാശങ്ങൾ? ദ ഫിസിക്കൽ ആൻഡ് മെന്റൽ സ്റ്റേറ്റ്സ് ഓഫ് ചൈൽഡ്ഹുഡ് മേക്ക് ദ ചിൽഡ്രൻ എലിജിബിൾ ഫോർ സ്പെഷ്യൽ കെയർ ആൻഡ് കൺസിഡറേഷൻ. അപ്പോ കുട്ടികൾ എന്ന് പറയുന്നത് കുട്ടികളുടെ മനസ്സ് അല്ലെങ്കിൽ പ്രായം എന്ന് പറയുന്നത് ഭയങ്കര കുഞ്ഞു കുട്ടികളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രായം. അപ്പൊ ഈ സമയത്ത് അവർക്ക് ഒരു പ്രത്യേക കരുതലും എല്ലാം ആവശ്യമാണ്. എന്തിനു വേണ്ടിയിട്ട്? അവരുടെ മാനസിക വളർച്ചയ്ക്കും എല്ലാത്തിനുമായിട്ട് അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു കരുതൽ ആവശ്യമാണ്. Hence, protection of the rights of children is very, very important. ഓക്കെ. അപ്പോ നമ്മള് ഋതു ഇപ്പോഴേ ജോയിൻ ചെയ്യാൻ പറ്റിയതല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നമ്മളിവിടെ ഈ കുട്ടികൾക്ക് വേണ്ടുന്ന അവകാശങ്ങളെ കുറിച്ച് പറയുകയായിരുന്നു. അപ്പോൾ ഈ കുട്ടികൾക്ക് ഈ ഫിസിക്കൽ ആൻഡ് മെന്റൽ സ്റ്റേറ്റ് അവർക്കൊന്ന് ഡെവലപ്പ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കുട്ടികൾക്ക് അവരുടെ മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ കെയർ പാരന്റ്സിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ഭാഗത്തു നിന്ന് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചിൽഡ്രൻസിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ റൈറ്റ്സ് അവർക്ക് ഏറ്റവും അനിവാര്യം തന്നെയാണ്. അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഏറ്റവും അത്യാവശ്യം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു റൈറ്റ്സിന്റെ ആ ഒരു പ്രൊട്ടക്ഷൻ, അവരുടെ അവകാശങ്ങൾ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഈസ് ആൻ ഇമ്പോർട്ടന്റ് റൈറ്റ് ഓഫ് ചിൽഡ്രൻ. അപ്പോൾ കുട്ടികൾക്കുള്ള ഏറ്റവും വലിയ കാര്യം, ഏറ്റവും വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റൈറ്റ് ആണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ. അപ്പോ എഡ്യൂക്കേഷൻ, അതായത് വിദ്യാഭ്യാസത്തിനുള്ള സ്വാതന്ത്ര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കുട്ടികളുടെ ഒരു അവകാശം. The Right to Education Act of 2009 RTA Act passed by the Indian Parliament highlights this. അപ്പോൾ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഇത് ഇമ്പോർട്ടന്റ് ആണ്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എന്ന് പറയുന്നത് കുട്ടികൾക്ക് വിദ്യാഭ്യാസം, ഫ്രീ ആൻഡ് ഫെയർ എഡ്യൂക്കേഷൻ, അവർക്ക് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കണം, അവർക്ക് പഠിക്കാനായിട്ട് നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്ന ഒരു ലോ ആണ്, ഒരു നിയമമാണ് നമ്മുടെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഓഫ് 2009. 2009 നിലവിൽ വന്ന ആ ഒരു നിയമം എന്ന് പറയുന്നത്, ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള ആ ഒരു നിയമം എന്ന് പറയുന്നത് കുട്ടികളുടെ ആ ഒരു അവകാശം, എന്തവകാശങ്ങൾ, അതായത് എഡ്യൂക്കേഷൻ, പഠനത്തിലേക്കുള്ള ആ ഒരു അവകാശങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണ് അത്. It ensures free and compulsory education to children in the age group of 6 to 14. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഉറപ്പായിട്ടും ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നുള്ള കാര്യം നിയമത്തിലുള്ളതാണ്. അതായത് അവർക്ക് സൗജന്യമായും അതുപോലെ തന്നെ കമ്പൾസറി എഡ്യൂക്കേഷൻ ഉറപ്പായിട്ടും അവർക്ക് ഈ ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസം കൊടുക്കണം എന്നുള്ളത് നിയമത്തിൽ പറയുന്നുണ്ട്. അത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത്
കുറ്റമാണ്. ഇപ്പോ പാരന്റ്സ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ കുറ്റമാണ്, അല്ലെങ്കിൽ സൊസൈറ്റി അത് കണ്ടുപിടിച്ച് ചെയ്തില്ലെങ്കിൽ അത് കുറ്റമാണ്. അപ്പോൾ ഫേവറബിൾ ലേണിംഗ് എൻവയോൺമെന്റ് ആൻഡ് ബേസിക് ഫെസിലിറ്റീസ് ആർ ദ റൈറ്റ് ഓഫ് ചിൽഡ്രൻ. അപ്പോൾ അവർക്ക് പഠിക്കാനുള്ള ആ ഒരു സൗകര്യവും അതുപോലെ തന്നെ ആ ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആവശ്യമുള്ള ആ ഒരു അവർക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു അന്തരീക്ഷവും അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളും കുട്ടികളുടെ അവകാശമാണ്, അല്ലെ കുട്ടികൾക്ക് ഏറ്റവും അത്യാവശ്യമായ കാര്യം തന്നെയാണ്. അപ്പൊ അത്രയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? No, sir. No, sir. ഡൗട്ട് ഉണ്ടോ? ഗൗരി? No, sir. ഓക്കെ. ഷാനു, ജ്യോതിക? No, sir. ഓക്കെ, ബാക്കിയുള്ളവരുടെ മറുപടി ഞാൻ കേട്ടായിരുന്നു, അതായത് ഞാൻ അങ്ങനെ ചോദിച്ചു. ഓക്കെ. You are now aware that right to education is an important right of children. അപ്പോൾ നമുക്കറിയാം, ഇപ്പൊ മനസ്സിലായി നമ്മുടെ നിയമപരമായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഓഫ് ചിൽഡ്രൻ, അല്ലെങ്കിൽ അവർക്ക് ഈ റൈറ്റ് ടു എഡ്യൂക്കേഷൻ അവരുടെ കുട്ടികൾക്കുള്ള അവകാശങ്ങൾ. അപ്പോ ആൻഡ് മോർ റൈറ്റ്സ് ടു ബി ടു ദ ലിസ്റ്റ് ഗിവൺ ബിലോ. ആഡ് മോർ റൈറ്റ്സ്, അതായത് കൂടുതൽ റൈറ്റ്സ് അവർക്ക് എന്തൊക്കെയാണെന്നുള്ള കാര്യം ഇവിടെ ആഡ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. റൈറ്റ് ടു സർവൈവൽ, പ്രൊട്ടക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. അതിജീവനത്തിനും സംരക്ഷണത്തിനുള്ള പൂർണ്ണ അവകാശം, അല്ലെങ്കിൽ അവരെ ജീവിക്കുവാനും അവർക്കുള്ള അവരെ പ്രൊട്ടക്ട് ചെയ്യാനും ഉള്ള അവകാശം. അവരെ ഉറപ്പായിട്ടും കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യണം. അവരെ ഒരിക്കലും ഇത് എന്താ പറയുക പ്രൊട്ടക്ട് ചെയ്യാതിരിക്കരുത്. അപ്പൊ അത്തരത്തിലുള്ള പ്രൊട്ടക്ഷനും അവരുടെ എന്താ പറയുന്ന അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ റൈറ്റ്സ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ടു പ്രൊട്ടക്ഷൻ ആൻഡ് കെയർ അഗെയിൻസ്റ്റ് ഓൾ കൈൻഡ് ഓഫ് മെന്റൽ ആൻഡ് ഫിസിക്കൽ ടോർച്ചർ, അതായത് ഈ മാനസികവും ശാരീരികവുമായിട്ടുള്ള പീഡനങ്ങളിൽ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷൻ. അതായത് അവരെ ആരും ഉപദ്രവിക്കാൻ പാടില്ല, അതിപ്പോ മെന്റലി ആയാലും ആരും വിഷമിപ്പിക്കാൻ പാടില്ല, കുട്ടികളെ വിഷമിപ്പിക്കാൻ പാടില്ല എന്നുള്ള അത്തരത്തിലുള്ള ഒരു റൈറ്റ്സ്, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു പ്രൊട്ടക്ഷനും നമ്മുടെ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. വേറെ എന്തൊക്കെ കാണും? വേറെ എന്തൊക്കെ റൈറ്റ്സ് അവർക്ക് കാണും? വേറെ എന്തൊക്കെ നിയമങ്ങൾ കാണുമായിരിക്കും? കുട്ടികൾക്കാണോ? എന്താ? കുട്ടികൾക്കുള്ള അവകാശമാണോ? കുട്ടികൾക്കുള്ള പഠിക്കാനുള്ള അവകാശം. പഠിക്കാനുള്ള അവകാശം. കുട്ടികളെ ജോലി ചെയ്യിപ്പിക്കരുത്. ചൈൽഡ് ലേബർ, പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് ലേബർ. വേറെ right to preserve the identity, അതായത് അവരുടെ ഐഡന്റിറ്റി അല്ലെങ്കിൽ അവരുടെ പേര് സംരക്ഷിക്കുവാനുള്ള ചുമതല ഉണ്ട്. അവർക്ക് റൈറ്റ് ടു സിറ്റിസൺഷിപ്പ് ആൻഡ് നാഷണാലിറ്റി, അതായത് അവര് ഇന്ത്യൻസ് ആണ് എന്നുള്ള ആ ഒരു കൺസിഡറേഷൻ കൊടുക്കേണ്ട ആ ഒരു അവകാശം, അല്ലെങ്കിൽ ഇന്ത്യൻസ് എന്നുള്ള ഒരു അവകാശം അവർക്ക് കൊടുക്കണം. റൈറ്റ് നോട്ട് ടു ബി സെപ്പറേറ്റഡ് ഫ്രം പാരന്റ്സ്, അതായത് അവരുടെ പാരന്റ്സിന്റെ അടുത്തുനിന്ന് അവരെ മാറ്റാൻ പാടില്ല, അല്ലെങ്കിൽ അവരുടെ വേർപിരിക്കാനായിട്ട് പാടില്ല. അപ്പോൾ അവരുടെ പാരന്റ്സിൽ നിന്ന് വേർപിരിക്കാതിരിക്കാനുള്ള ആ ഒരു പ്രൊട്ടക്ഷൻ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആ ഒരു അവകാശം എല്ലാം സ്റ്റുഡൻസിന് അല്ലെങ്കിൽ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? Despite all these rights of children, they are subjected to various exploitation. പക്ഷെ ഇതെല്ലാം അങ്ങനെ ആണെങ്കിൽ തന്നെയും ആ പലതരത്തിലുള്ള എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനും കുട്ടികൾ ഇരയാവാറുണ്ട്. Several actions have been taken at the national and state levels for the protection of the rights of children. അപ്പോൾ നമ്മുടെ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ, അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ഉണ്ട്, നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ഉണ്ട്. ഇവരെല്ലാം തന്നെ
ഈ കുട്ടികളുടെ ഈ ഒരു അവകാശത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പല ആക്ഷൻസും പല നിയമങ്ങളും കൊണ്ടുവന്നു അല്ലെങ്കിൽ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. The most important among them is the formation of National Child Rights Commission and State Level Commission. അപ്പൊ ഇവിടെയും ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ ചൈൽഡ് റൈറ്റ് കമ്മീഷനും അവര് ഫോം ചെയ്തിട്ടുണ്ട്. നാഷണൽ ചൈൽഡ് റൈറ്റ് കമ്മീഷനും അതുപോലെ തന്നെ സ്റ്റേറ്റ് ചൈൽഡ് റൈറ്റ് കമ്മീഷനും അവര് ഫോം ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? കുട്ടികൾക്കുള്ള ആ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. ഇപ്പോ നമുക്കിപ്പോ തന്നെ അറിയാം, ചൈൽഡ് ലൈൻ ഉണ്ട്. ഇപ്പൊ ഫ്രീ ആയിട്ട് ടോൾ ഫ്രീ ആയിട്ട് ചൈൽഡ് ലൈൻ ഉണ്ട്. ഇപ്പൊ കുട്ടികളെ ആരെങ്കിലും ഉപദ്രവിക്കുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിലും വിളിച്ചു പറയാം. അവരടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിലും വിളിച്ചു പറയാം, ഇത് എന്നെ ഇതേപോലെ ഒരാള് ശല്യപ്പെടുത്തുന്നു, ഉപദ്രവിക്കുന്നു. ഇപ്പൊ പാരന്റ്സ് ആയാലും സ്കൂളിൽ നിന്നായാലും ടീച്ചേഴ്സ് ആയാലും ആര് ഉപദ്രവിച്ചാൽ തന്നെയും നിങ്ങൾക്ക് വേണമെങ്കിൽ പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിച്ചു പറയാം. അതിനുവേണ്ടി ചൈൽഡ് ലൈൻ വരെ നമ്മുടെ ഗവൺമെന്റ് നൽകിയിട്ടുണ്ട്. അപ്പോ ഇവിടെ കൈലാഷ് സത്യ അപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള ഒരാളാണ് കൈലാഷ് സത്യാർത്ഥി. അപ്പൊ ആരാണ് ഈ കൈലാഷ് സത്യാർത്ഥി? ഇൻ 2014 he got a Nobel Prize for Peace. സമാധാനത്തിനുള്ള ഒരു നോബൽ പ്രൈസ് 2014 കൈലാഷ് സത്യാർത്ഥിക്ക് ലഭിച്ചിട്ടുണ്ട്. കൈലാഷ് സത്യാർത്ഥിക്ക് 2014 എന്ത് നോബൽ പ്രൈസ് ഫോർ പീസ്, സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഫൗണ്ടർ ഓഫ് ബച്പൻ ബച്ചാവോ and known that was against child labor. അപ്പോ ഈ ഒരു ഫൗണ്ടേഷൻ എന്തിനായിട്ട്? ബച്പൻ ബച്ചാവോ ആൻഡോളൻ, അതായത് ഈ ചൈൽഡ് ലേബറിനെതിരായിട്ട് അല്ലെങ്കിൽ ചൈൽഡ് ലേബറുടെ ആ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഫോം ചെയ്തിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ആണ് ഈ ഒരു പുള്ളിക്കാരന്റെ ഈ ഒരു ബച്പൻ ബച്ചാവോ ആൻഡോളൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഈ ചൈൽഡ് ലേബറിനെതിരായിട്ട് പുള്ളിക്കാരൻ പ്രവർത്തിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഈ കുട്ടികളുടെ ഈ ഒരു ഇത് ഏറ്റെടുത്തത് കൊണ്ട് തന്നെയാണ് പുള്ളിക്കാരന് 2014 ഒരു നോബൽ പ്രൈസ് കിട്ടിയത്. In instances of violation of children's rights, one can approach the Child Right Commission for redressal of grievances. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ചൈൽഡ് ലൈൻ വരെ ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ കുട്ടികളുടെ പ്രശ്നങ്ങൾ അവർക്ക് തന്നെ വിളിച്ചു പറയാം, കുട്ടികൾക്ക് തന്നെ അവരെ ബന്ധപ്പെടാൻ പറ്റും. ഇപ്പൊ ആരെങ്കിലും ഉപദ്രവിക്കുക എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ വിളിച്ച് പരാതിപ്പെടാൻ പറ്റും. അവര് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യും. അപ്പൊ ഇതാണ് നമ്മുടെ ഈ നാഷണൽ ലെവലിലും അല്ലെങ്കിൽ ഇത് നമ്മുടെ നാഷണൽ ലെവലായാലും സ്റ്റേറ്റ് ലെവലായാലും നമ്മുടെ ചൈൽഡ് റൈറ്റ് കമ്മീഷൻ പ്രവർത്തിക്കുന്ന, അല്ലെ നാഷണൽ ചൈൽഡ് റൈറ്റ് കമ്മീഷൻ ആയാലും സ്റ്റേറ്റ് ചൈൽഡ് റൈറ്റ് കമ്മീഷൻ ആയാലും അവര് നമുക്ക് വേണ്ടി ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഒരാളെ കൂടെ ഉണ്ട്, മലാല യൂസുഫായി. അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, നമ്മൾ ഇംഗ്ലീഷില് പഠിച്ചിട്ടുള്ളതാണ്. മലാല യൂസുഫായി ആരാണെന്നും എന്തിനു വേണ്ടിയിട്ടാണ് പോരാടിയതെന്നും ഒക്കെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. Received the Nobel Prize for Peace at the age of 17 for fighting for the education of girls. അപ്പോ പാകിസ്ഥാനിലെ എഡ്യൂക്കേഷൻ, പെൺകുട്ടികൾക്കുള്ള എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് മലാല യൂസുഫായി. അപ്പൊ പുള്ളിക്കാരിക്ക് 17 ഇയേഴ്സ് 17ാമത്തെ വയസ്സില് നോബൽ പ്രൈസ് കിട്ടി. നോബൽ പ്രൈസ് ഫോർ പീസ്, സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടി. എന്തിനു വേണ്ടിയിട്ടാ? ഈ നമ്മുടെ മലാല യൂസുഫായി ഈ ഒരു പെൺകുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തു. അല്ലെ, പാകിസ്ഥാനിൽ ആയിരുന്നപ്പോൾ ഫൈറ്റ് ചെയ്തു. പല അപകടത്തിലും നമ്മുടെ അറ്റാക്സ് ഉണ്ടായി. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ അങ്ങനെയൊക്കെയാണ് നമ്മുടെ യൂസുഫായിക്ക്, മലാല യൂസുഫായിക്ക് ഈ ഒരു നോബൽ പ്രൈസും എല്ലാം കിട്ടിയത്. അപ്പൊ നമ്മളിത് പഠിച്ച കാര്യത്തിലേ ഉള്ളൂ. നമ്മുടെ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ പഠിച്ചു, നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ പഠിച്ചു, എന്നിട്ട് നമ്മുടെ ചൈൽഡ് റൈറ്റ് കമ്മീഷനും പഠിച്ചു. ഇത്രയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉറപ്പാണോ?